മെസ്സി കേരളത്തിലേക്ക് എന്ന പ്രഖ്യാപനത്തിൽ പുകയുന്നത് കേവലം ഒരു കായിക സ്വപ്നത്തിന്റെ തകർച്ചയല്ല, മറിച്ച് മുൻ മന്ത്രിയും റിപ്പോർട്ടർ ചാനലും ചേർന്ന് നടത്തിയ വൻ തട്ടിപ്പാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്ത്. ലയണൽ മെസ്സിയുടെയും അർജന്റീന ടീമിന്റെയും വരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങളിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹിമാനും അന്നത്തെ പിണറായി സർക്കാരും പ്രതിക്കൂട്ടിലാകുമ്പോൾ തട്ടിപ്പിന്റെ പ്രധാന പങ്കാളികളായി റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റും മാറിയിരിക്കുകയാണ്. കായിക വകുപ്പിനെയോ ഉദ്യോഗസ്ഥരെയോ പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തി മുൻ മന്ത്രി നേരിട്ടാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി വഴിവിട്ട ആശയവിനിമയങ്ങൾ നടത്തിയത്. ഇതിലും ഗുരുതരമായ വസ്തുത, മന്ത്രി അയച്ച ഔദ്യോഗിക ഇമെയിലുകളുടെ കോപ്പികൾ സ്വകാര്യ സ്പോൺസർമാർക്കും മന്ത്രിയുടെ സുഹൃത്തായ അമീറ ആയിഷ ബീഗം എന്ന വ്യക്തിക്കും ചോർത്തി നൽകിയെന്ന കണ്ടെത്തലാണ്. ഭരണഘടനാപരമായ സത്യപ്രതിജ്ഞാ ലംഘനവും സ്വകാര്യ ചാനലിന് വഴിവിട്ട ആനുകൂല്യം നൽകാനുള്ള അഴിമതി നീക്കവുമാണ് ഇതിലൂടെ മറനീക്കി പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാരിനെയും കായിക പ്രേമികളെയും ഒരുപോലെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിന് വേണ്ടി നടത്തിയ വൻ സാമ്പത്തിക ഇടപാടുകളുടെ ചുരുളുകളാണ് കായിക വകുപ്പ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ അഴിയുന്നത്. അർജന്റീന ടീം വരാൻ ഔദ്യോഗികമായി സമ്മതിച്ചു എന്ന് തെറ്റായ വിവരങ്ങൾ നൽകിയാണ് ചാനൽ മാനേജ്മെന്റിന് 126 കോടി രൂപ വിദേശത്തേക്ക് കടത്താൻ സംസ്ഥാന സർക്കാർ വഴിവിട്ട ഒത്താശ ചെയ്തത്. കൃത്യമായ കരാറുകളോ ഔദ്യോഗിക സമ്മതപത്രമോ ഇല്ലാതെ നടത്തിയ ഇടപാടുകൾക്ക് അന്നത്തെ ചീഫ് സെക്രട്ടറിയുടെ പിന്തുണയും ഉണ്ടായിരുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും റിപ്പോർട്ടിലുണ്ട്. ഗോട്ടാൻ ഗ്ലോബൽ എന്ന സംശയകരമായ കമ്പനികളുടെ വിലാസത്തിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി നടത്തിയ നീക്കങ്ങളും വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങൾ ലംഘിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തതും കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ട് അടിവരയിടുന്നു. സ്വകാര്യ നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്ന റിപ്പോർട്ടർ ചാനൽ MD ആൻഡ്രൂ അഗസ്റ്റിന്റെ ന്യായീകരണങ്ങൾ തള്ളിക്കൊണ്ട് അന്വേഷണം തങ്ങളിലേക്ക് നീളുമെന്ന ഭയത്തിലാണ് മുൻ മന്ത്രിയും ചാനൽ മാനേജ്മെന്റും. മലയാളി കായിക പ്രേമികളുടെ വികാരത്തെയും ലയണൽ മെസ്സിയുടെ പേരിന്റെയും സാമ്പത്തിക ബ്രാൻഡിംഗ് നേട്ടങ്ങൾക്കായി ചാനൽ ദുരുപയോഗം ചെയ്യുകയായിരുന്നു. തട്ടിപ്പ് മറച്ചുവെക്കാൻ അന്താരാഷ്ട്ര ട്രിബ്യൂണലിന്റെ പേര് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുമ്പോഴും പൊതുമുതലും ഭരണസ്വാധീനവും ഉപയോഗിച്ച് നടത്തിയ ഈ വൻ തട്ടിപ്പിൽ വിജിലൻസും കേന്ദ്ര ഏജൻസികളും അന്വേഷണം നടത്തുന്നതോടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരും. എന്തായാലും ഈ വിഷയത്തിൽ നല്ല കട്ടക്കുള്ള മറുപടി തന്നെ ഇപ്പോഴത്തെ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കാണാം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു ആശംസ അറിയിച്ച് കത്തയച്ചു കഴിഞ്ഞാൽ അത് അതിന് തിരിച്ച് അവർ മറുപടി അയച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്ക് വരാൻ അവരുടെ വില്ലിങ്നെസ് ആയിട്ട് കണക്കാക്കപ്പെടാവുന്നതല്ല. അപ്പൊ അത്തരത്തിലൊക്കെ കുറെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്ന് പറയേണ്ട കാരണം പിന്നെ അതില് കൂടുതൽ ഫർദർ എൻക്വയറിക്ക് വേണ്ടി ഞാൻ തന്നെ കൈമാറിയ ഒരു ഫയലിനെ സംബന്ധിച്ച് ആ എൻക്വയറിയുടെ ഡിസിഷൻ വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്നത് സംസാരിക്കുന്നത് ഔചിത്യം അല്ലാത്തതുകൊണ്ടാണ്. അത് ആ വയലേഷൻസുമായി ബന്ധപ്പെട്ട് ഈക്വലി റെസ്പോൺസിബിൾ ആണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈക്വലി റെസ്പോൺസിബിൾ എന്ന് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകേണ്ടുന്ന ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ട് പുറത്തു വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത്രത്തോളം ഇല്ലല്ലോ. അപ്പോൾ ഈക്വലി ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളിലും ഏർപ്പെട്ട എല്ലാ ആളുകളെ സംബന്ധിച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതിൽ ഇനിയുള്ള ഫർദർ എൻക്വയറിയിൽ കണ്ടെത്തപ്പെടുന്ന എല്ലാ മിസ്അപ്രോപ്രിയേഷനും അവർ സ്വാഭാവികമായിട്ട് റെസ്പോൺസിബിൾ ആണ്. അത് ഏറെയും കുറഞ്ഞിരിക്കും. മുൻ മന്ത്രിയുടെ മെയിലിൽ തുടങ്ങിയ ഒരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഇതിന്റെ അന്വേഷണത്തിന്റെ പരിധികൾ വരുമ്പോൾ എവിടെ നിന്ന് എങ്ങനെ എന്തിന് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നത്. അതുള്ളതുകൊണ്ടാണ് ഞാനത് ഫയല് കൈമാറിയിട്ടുള്ളത്. ഇതെല്ലാം ഇപ്പൊ പറഞ്ഞ പിന്നെ കുറച്ച് എനിക്കൊന്നും പറയാനില്ല. ഞാൻ കേരളത്തിൽ പോലും കുറച്ച് പറയണ്ടേ. ഇത് ഒരു ഇമെയിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള വിദേശത്തുള്ള ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ അസോസിയേഷനോ ബന്ധപ്പെട്ടതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത്തരം അന്വേഷണം നടത്തുന്ന അവരറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ നമുക്ക് അവരെ പ്രതിയാക്കി പറയാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ ഞാൻ അങ്ങേക്കൊരു ആശംസ കത്തയച്ചു, അങ്ങ് എനിക്ക് തിരിച്ചൊരു നന്ദി സൂചകമായി തിരിച്ചൊരു കത്തയച്ചു. ഉടനെ ഞാൻ ധനസുമാരനെ വിളിച്ച് പറയണതാ ഞങ്ങൾ തമ്മിൽ ഉടമ്പടിയായി എന്ന് പറഞ്ഞാൽ അതിലൊരു അഭംഗിയില്ല. അത് ശരിയല്ലല്ലോ. അത്തരത്തിലുള്ള കുറേയേറെ കത്തിടപാടുകളാണ്. അത് ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പുറത്ത് അല്ലെങ്കിൽ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആയി മാറിയിട്ടില്ല. പിന്നീട് അതെല്ലാം തന്നെ ഒഫീഷ്യൽ റെക്കോർഡ്സ് ആയിട്ട് മാറി. അങ്ങനെ വന്നതിന് ശേഷമുള്ള കുറെ കാര്യങ്ങളാണ്. അപ്പോൾ അതിന്റെ പുറകിൽ പലവിധങ്ങളായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ആളുകൾ സംശയിച്ചാൽ കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ നമുക്ക് ലഭ്യമായ ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് അതിൽ വളരെ ഫർദർ ആയിട്ടുള്ള എൻക്വയറി ആവശ്യമാണെന്ന് തോന്നിക്കൊണ്ടേ പറയാം. വളരെ വ്യാപ്തിയുള്ള ഒരു കേസായതുകൊണ്ടാണ് അത് പിന്നെ അതിന്റേതായ ഫർദർ ചെറിയൊരു കാര്യം മാത്രമാണ് ഇന്നിപ്പോ വന്നിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അതിന്റെ ഏതോ ഒരു 1-2 പേജിന്റെ ഒരു ഭാഗമാണ് വന്നിട്ടുള്ളത്. അത്ര പേജല്ല, അതിൽ കൂടുതൽ പേജുകളുണ്ട്, കൂടുതൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക ക്രമക്കേട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇപ്പൊ നികുതി വെട്ടിപ്പുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞു വാർത്തകളൊക്കെ തന്നെ അതെല്ലാം വളരെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമാണ്.
വളരെ ചെറിയൊരു കാര്യങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ആ ഫയലുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ട്. കേരള ജനതയെ വഞ്ചിച്ചോന്നുള്ളതാണ്. അതിലൊരു വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മളിപ്പോ മെസ്സി വരുന്നു എന്ന് പറഞ്ഞു, ഇത് മെസ്സി അറിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പിന്നെ അർജന്റീന ഫുട്ബോൾ ടീം വരുന്നു എന്ന് പറഞ്ഞു, അവർ അറിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമതൊരു വിഷയം. അപ്പൊ അവരാരും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവരുമായി അത്തരത്തിലുള്ള ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനോ അവരുമായി അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് പാലിക്കപ്പെടേണ്ടുന്ന നിബന്ധനകളോ ഈ AFFന്റെ ക്ലിയറൻസ്, സ്ക്വാഡ് കൺഫർമേഷൻ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയപ്പെടേണ്ടതായ സംഗതികളുണ്ട്. അതോടൊപ്പം തന്നെ ആദ്യ കത്തയച്ച ആളിൽ നിന്നുള്ള ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് എങ്ങനെയാണ് സ്പോൺസർ മാറിയത്, അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് കുറച്ചധികം സമയം കുത്തിയിരുന്ന് വായിച്ചാൽ മാത്രമേ നമുക്ക് തന്നെ മനസ്സിലാകുന്നുള്ളതാണ്. അത്രത്തോളം ഡീപ്പായി പഠിക്കേണ്ട ഒരു ഫയലായിരുന്നു. അപ്പൊ അത് കൂടുതൽ അന്വേഷണം ആവശ്യമായതുകൊണ്ടാണ് കൈമാറിയിട്ടുള്ളത്. ഞാനിപ്പോ തൽക്കാലം അത്തരത്തിൽ നിൽക്കുകയാണ്. കൂടുതലും ഇതിന്റെ മണി ട്രെയിലുമായി ബന്ധപ്പെട്ടൊക്കെ നോക്കുമ്പോൾ ED അന്വേഷിക്കേണ്ട തരത്തിലുള്ള കുറ്റകൃത്യങ്ങളുണ്ടോ? ED കഴിഞ്ഞ ഗവൺമെന്റിനെ സംബന്ധിച്ച് അന്വേഷിച്ച കേസിലൊക്കെ അവിടെ വരെ എത്തി നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ അങ്ങനെ ED അന്വേഷണം എന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെന്റിന് കുറച്ചും കൂടി ക്ലാരിറ്റി വരുത്തേണ്ടതായിട്ടുണ്ട്. അതിനൊരു ഫർദർ എൻക്വയറി ആവശ്യമാണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല, മറ്റു പല ഡിപ്പാർട്ട്മെന്റും കൂടി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ ബെനിഫിഷ്യറി ആരാണ്? ഇത് ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാൽ ഇതിന്റെ പണം ഇൻവെസ്റ്റ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണോ? സ്റ്റേറ്റ് ഗവൺമെന്റ് അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പണത്തിന്റെ ബെനിഫിഷ്യറി സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇതിന് വലിയ റവന്യൂ വരുമല്ലോ. 10,000-കണക്കിന് ആളുകൾ ഇതിന്റെ ഭാഗമായിട്ട് വരും, ഒരുപാട് പരസ്യ ദാതാക്കൾ വരും, ഒരുപാട് പിന്നെ സ്പോൺസേഴ്സ് വേറെയും പലതരത്തിൽ വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്റെ ബെനിഫിഷ്യറി ആരാണ്? ഗവൺമെന്റ് ആണോ, അതല്ല സ്പോൺസർ ആണോ, ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്വകാര്യ വ്യക്തികളാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കുറച്ച് വ്യക്തത കുറവുകൾ കാര്യത്തിലുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. മന്ത്രി ഇത് കാര്യം മനസ്സിലാക്കാതെ എടുത്താടി പുറപ്പെടുകയായിരുന്നു. അല്ല, അത് മറ്റേ അന്നത്തെ മന്ത്രി, അതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു കമന്റ് പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം അദ്ദേഹം അത് പരിപൂർണമായിട്ട് അറിഞ്ഞിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് പുറത്തു പറയാൻ ഇപ്പോഴത്തെ കാര്യത്തിൽ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി കഴിയില്ല. അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ മെയിൽ കമ്മ്യൂണിക്കേഷനിലാണ് ഇതെല്ലാം നടന്നിട്ടുള്ളത്.